പക്ഷെ വികസനം ഒന്നും നടന്നിട്ടില്ല. നിങ്ങൾ പരിശോധിക്ക്, ഈ പറവൂർ മണ്ഡലത്തിൽ കോട്ടുപള്ളി പഞ്ചായത്തിൻ്റെ ഭാഗം പരിശോധിക്ക്, ഏത് വികസനമാണ് നടന്നിട്ടുള്ളത്? ഒരു പുതിയ വ്യവസായവും കൊണ്ടുവന്നിട്ടില്ലല്ലോ, വേറെ പദ്ധതികൾ കൊണ്ടുവന്നിട്ടില്ല, ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. പ്രത്യേകിച്ചൊരു അഭിപ്രായമില്ല. ഏതായാലും കഴിഞ്ഞ 25 വർഷമായിട്ട് തുടർച്ചയായിട്ട് അദ്ദേഹം ഇവിടെ MLA ആയിട്ട് വരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. വോട്ട് കച്ചവടം നടക്കുന്ന ഒരു പ്രദേശമാണ്, പ്രത്യേകിച്ച് ഈ പറവൂർ മണ്ഡലത്തിൽ. നമ്മുടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ജനങ്ങൾ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് VD സതീശനാണ്. അപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി, അതായത് VD സതീശൻ മുഖ്യമന്ത്രി ആകാൻ സാധ്യത കാണുന്നുണ്ടോ? ഇല്ല, സാധ്യതയില്ല. അതിനുള്ള കാരണം എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നടത്തിയിട്ടുണ്ട്. ഇവിടെ പറവൂർ മണ്ഡലത്തിൽ സതീശൻ എന്ന് പറയുന്ന MLA ആയിട്ട് 10-25 വർഷം പൂർത്തിയാണ്. പറവൂരിൻ്റെ ഒരു വികസനവും ഇതുവരെ നാളിതുവരെ കണ്ടിട്ടില്ല. ഒരു വികസന പ്രവർത്തനവും നടത്താൻ കേരളത്തിലെ ഏക മണ്ഡലമാണ് പറവൂർ മണ്ഡലം. 25 വർഷമായിട്ട് അദ്ദേഹം ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ്. പക്ഷെ വികസനം ഒന്നും നടന്നിട്ടില്ല. നിങ്ങൾ പരിശോധിക്ക്, ഈ പറവൂർ മണ്ഡലത്തിൽ കോട്ടുപള്ളി പഞ്ചായത്തിൻ്റെ ഭാഗം പരിശോധിക്ക്, ഏത് വികസനമാണ് നടന്നിട്ടുള്ളത്? ഒരു പുതിയ വ്യവസായവും കൊണ്ടുവന്നിട്ടില്ലല്ലോ, വേറെ പദ്ധതികൾ കൊണ്ടുവന്നിട്ടില്ല, ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് സ്കൂളുകൾ, അതുപോലെ ആരോഗ്യരംഗത്ത് ഇപ്പോൾ പത്രമാധ്യമങ്ങൾ വലിയ തോതിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വലിയ പ്രചരണം നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഈ കേരളത്തിൽ അധികാരത്തിൽ. 3ാം ടൈമും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ നിലവിൽ നമുക്കറിയാം LDF സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതായത് ശബരിമല വിഷയമാണെങ്കിലും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൂടുതലും ജനങ്ങളുടെ ഒരു അഭിപ്രായം പറയുന്നതെന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ 10 വർഷത്തെ ഭരണം അടുത്തു എന്ന് പറയുന്നവരുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയല്ലേ. ഏത് ചാനലും എടുത്തു വന്നാലും ഈ ഗവൺമെൻറ്റിനെതിരായിട്ട്, അത് ഭരണകക്ഷിക്കെതിരായിട്ടേ വരുള്ളൂ. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് നിലവിൽ ഒരു ഭരണത്തിലിരിക്കുന്ന കക്ഷിക്കെതിരായിട്ട് ഒട്ടനവധി പ്രത്യേകിച്ച് വിശേഷിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന പ്രദേശത്ത് ഇതുപോലുള്ള വിഷയങ്ങളുണ്ടാകും. അപ്പം മുഖ്യമന്ത്രി, അതായത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിൽ പൂർണ്ണമായിട്ടും ചേട്ടൻ സംതൃപ്തനാണോ? മുഖ്യമന്ത്രി കുറവുകൾ പരിഹരിച്ചു പോകും. ഒരു പറവൂരുകാരൻ എന്ന നിലയിൽ VD സതീശൻ എന്ന MLA കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? MLA സംബന്ധിച്ച് പ്രത്യേകിച്ച് വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ചൊരു അഭിപ്രായമില്ല. ഏതായാലും കഴിഞ്ഞ 25 വർഷമായിട്ട് തുടർച്ചയായിട്ട് അദ്ദേഹം ഇവിടെ MLA ആയിട്ട് വരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾ, പല പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ഇത് കാരണമാണ് സ്കൂളുകളും മറ്റ് വികസന പ്രവർത്തനങ്ങൾ, തനതായി ഒരു വികസന പ്രവർത്തനം ഒരു പുതിയ മേഖലയിൽ കടന്നു കയറാനാണ്. അല്ലെങ്കിൽ ഇപ്പം തന്നെ പറവൂർ ടൗണിൽ കോടതി പരിസരം കണ്ടില്ലേ? കോടതിയുടെ റോഡുകളെ സംബന്ധിച്ച് ആ റോഡുകളൊക്കെ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ഏത് വിധത്തിലാണ് ഈ നടപ്പാക്കിയതെന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. 25 വർഷമായിട്ട് സിറ്റിംഗ് MLA ആണ്. അപ്പം അദ്ദേഹം ഇവിടെ ഈ മണ്ഡലത്തിൽ ഒരു പരാജയം നേരിട്ടിട്ടില്ല. അപ്പോൾ അതൊരു ജനങ്ങളുടെ പിന്തുണ കൊണ്ടല്ലോ. അത് കൂടുതലും ഇവിടെ BDJS ആണ് ഇടതുപക്ഷ, ഈ 3ാമതൊരു കക്ഷിയായിട്ട് BJP ആണ് ഇവിടെ അധികാരം. അവരുടെ ഒരു നായേഴ്സിന് ഇത്തിരി സ്ട്രോങ് ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സതീശൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഇവിടെ മത്സരിക്കുമ്പോൾ സ്വാഭാവികം BJPയുടെ വോട്ട് വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ വലിയ മറ്റ് മണ്ഡലങ്ങളിൽ കിട്ടുന്ന തോതിലുള്ള അത് മറിക്കുകയാണ്. വോട്ട് കച്ചവടം നടക്കുന്ന ഒരു പ്രദേശമാണ്, പ്രത്യേകിച്ച് ഈ പറവൂർ മണ്ഡലത്തിൽ. ഇപ്പം കൂടുതൽ ഉയർന്നു വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് VD സതീശനും BJPയും ഒത്തു കളിക്കുന്നു എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? അതെ, അത് പൂർണ്ണമായിട്ടും അത് ശരിയാണ്, ശരിയായ രീതിയാണ്. എന്ന് വെച്ചാൽ കരുത്തിട്ട ഒരു സ്ഥാനാർത്ഥി BJPയുടെ വോട്ട് പിടിക്ക് ഇഷ്ടം, നിലവിൽ നല്ല വോട്ടിംഗ് പാറ്റേണുള്ള പ്രവർത്തകരുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഇത് മിക്കവാറും വോട്ട് കച്ചവടമാണ്. അതുകൊണ്ട് തന്നെയാണ് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി VD സതീശൻ ഇവിടെ ജയിക്കുന്നത്.
അപ്പോൾ ജനങ്ങളുടെ മറ്റൊരു ആശങ്കയെന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം പെൻഷൻ കൂട്ടി പിണറായി സർക്കാർ. അപ്പം ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അത് തുടർച്ചയായിട്ട് കിട്ടുമോ എന്നൊരു ആശങ്ക ജനങ്ങൾ. അത് സംശയമാണ്. എല്ലാ തരം പെൻഷനുകളും ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അനുഭവം സർക്കാരിൻ്റെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഭരിച്ച 10 വർഷത്തിന് മുമ്പ് UDF ആണല്ലോ ഇവിടെ അധികാരത്തിൽ വന്നത്. ആ അധികാരത്തിൽ വന്നതിന് ശേഷം പെൻഷൻ 10 മിനിറ്റ് കാലം മുടങ്ങിക്കിടന്ന ആ അനുഭവം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് ജനം വിശ്വസിക്കുന്നുണ്ട്. അപ്പം VD സതീശൻ അധികാരത്തിൽ വന്നിട്ട് UDF അധികാരത്തിൽ വന്ന് VD സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ പിണറായിനെയും VD സതീശനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ആരായിരിക്കും കൂടുതൽ യോഗ്യനായിട്ടാണ് തോന്നുന്നത്? അതിപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ മുഖ്യമന്ത്രി ആരാണെന്ന് പറയാൻ പറ്റില്ല. പിണറായി വിജയനാണോ വേറെ ആരാണെങ്കിലാണെന്ന് പറയാൻ പറ്റില്ല. VD സതീശൻ സതീശൻ ഏതായാലും മുഖ്യമന്ത്രിയാവില്ല. അതിൽ 4 മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ നിലവിൽ കച്ചകെട്ടി ഇരിക്കുന്നത്. ഒന്ന് വേണുഗോപാൽ, ഒന്ന് രമേശ് ചെന്നിത്തല. അതൊരു വലിയ മത്സരമായിരിക്കുള്ളൂ. ഗ്രൂപ്പ് വഴക്കിൻ്റെ മുഖ്യമന്ത്രിമാരായിട്ട് 4 പേര് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരുമെന്നാണ് തോന്നുന്നത്? UDF ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും, യാതൊരു സംശയവുമില്ല.